ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 256. നമ്മളിന്ന് നോക്കുന്നത് 58ാമത്തെ ഉപനിഷത്തായിട്ട് ഇപ്പോൾ നോക്കുന്നത് കൗശേതകി ബ്രാഹ്മണ ഉപനിഷത്താണ്. ഇതിൽ 2ാമത്തെ അധ്യായത്തിൽ 7-8 മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിലും കുറച്ച് ശാസ്ത്ര രഹസ്യങ്ങളാണ്, അതുപോലെ തന്നെ കുറച്ച് നിഗൂഢമായതാണ്. അല്പം ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. എന്താണ്? അതേസമയം അതിൽ കുറേ ശാസ്ത്ര തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയില്ല എന്നും വരാം. ഇപ്പം നമുക്ക് 7 എന്താണ് പറയുന്നത് നോക്കാം. ഇപ്പം ദൂരദേശത്ത് അന്യദേശത്തെല്ലാം പോയിട്ട് തിരിച്ചു വരുന്ന ഒരാൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഉടനെ പുത്രന്റെ ശിരസിൽ ഗ്രാണിച്ചിട്ട് ഇങ്ങനെ പറയണമെന്ന് പറയുകയാണ്. അതായത് പുത്രനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. അന്യദേശത്ത് നിന്ന് തിരിച്ചെത്തുന്ന ഒരാൾ, എന്തിനാപ്പം അയാൾ അന്യദേശത്ത് പോയിരിക്കുന്നത്? ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ വല്ല ദുബായിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അയാൾ കർമ്മം ചെയ്യാനാണ് പോയിരിക്കുന്നത്. അയാൾക്ക് ഈ ലോകത്ത് പലയിടത്തും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ജനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ കേരളത്തിലുള്ളവരെല്ലാം അന്യദേശത്തല്ലേ ഉള്ളത്. എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട്? എല്ലാം ദൂരെയാണ്. കാരണം വിശാലമായ ലോകത്തിൽ എവിടെയല്ലോ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ തിരിഞ്ഞ് നാട് മുഴുവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കർമ്മം തീർന്നു. അപ്പോൾ മകനെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്. അതായത് അയാളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥത്തുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകണം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പുത്രനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം: നീ എൻ്റെ അംഗങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉണ്ടായവനാണ്. ഹൃദയത്തിലാണ് ബ്രഹ്മം ഇരിക്കുന്നത്. ശരീരം, ബോഡി. ഹൃദയം സോഫ്റ്റ്വെയർ, ശരീരം ഹാർഡ്വെയർ. അപ്പം നീ ഉണ്ടായിരിക്കുന്നത് ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. നീ ഉണ്ടായത് പരമാത്മാവിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവാത്മാവിൽ നിന്നാണ് നിനക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നത്. അപ്പം അത് രണ്ടും ഒന്ന് തന്നെയാണ്. എല്ലാ ബ്രഹ്മവും എല്ലാം ബ്രഹ്മമാണ്. അപ്പം ഹൃദയത്തിലാണ് ബ്രഹ്മത്തിൻ്റെ ഇരിപ്പ്. എൻ്റെ ബ്രഹ്മമായാലും എൻ്റെ മകനിലേക്ക് പോകുമ്പോഴും അതേ ബ്രഹ്മം തന്നെയാണ് അവിടെയും ഇരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അപ്പം എന്നിൽ നിന്ന് തന്നെയാണ് നിന്നിലേക്ക് മാറ്റിയിരിക്കുന്നത്. എൻ്റെ ജോലി കഴിയുമ്പോൾ ഇതാ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എല്ലാ അംഗങ്ങളിൽ നിന്നും, എൻ്റെ ശരീരത്തിൽ നിന്നാണ് നിൻ്റെ ശരീരം ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മളിൽ ഒരു ജനിതക ഘടനയുണ്ട്. ആ ജനിതക ഘടനയിൽ എത്രയോ ഗുണങ്ങളുണ്ട്. എൻ്റെ ജനിതക ഘടനയിൽ ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ അപ്പൻ ചിലപ്പോൾ നല്ല പാട്ട്, എനിക്കറിയില്ല, ഭയങ്കര പാട്ടുകാരനാണെങ്കിൽ അത് അയാളുടെ ജനിതക ഘടനയുടെ ക്വാളിറ്റിയാണ്, അതെന്നിലുണ്ടാവും. അപ്പൻ്റെ അപ്പൻ ചിലപ്പോൾ നല്ല ഗുസ്തിക്കാരനായിരിക്കും. അവൻ്റെ ജനിതക ഘടനയും അച്ഛനിലൂടെ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ തലമുറേൻ്റെ ആൾക്കാരുടെ ഗുണങ്ങളെല്ലാം എൻ്റെ ജനിതഘടനയിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ എടുക്കുന്നത് അതിൻ്റെ അകത്ത് എനിക്ക് വേണ്ട സ്വഭാവവിശേഷങ്ങളുണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ടാണ് ഞാൻ പ്രകടമാകുന്നത്. ബാക്കിയെല്ലാം എൻ്റെ ജീനിൽ ഉണ്ട്. അപ്പോൾ ആ ജീനാണ് ഈ ശരീരമായി മാറുന്നത്. അപ്പോൾ അച്ഛനിൽ നിന്ന്, അതിൽ നിന്ന് മുത്തച്ഛനിൽ നിന്ന് ഇങ്ങനെ, മുത്തച്ഛനിൽ നിന്ന് അച്ഛനിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇനി എൻ്റെയും കൂടിയും ചേർത്തുകൊണ്ടാണ് എൻ്റെ മകനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം പുതിയൊരു കുട്ടി വേണമെങ്കിൽ എന്നിലെന്തുണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം പാടാനുള്ള കഴിവുണ്ട്,
ഗുസ്തി ചെയ്യാനുള്ള കഴിവുള്ളെല്ലാം ജനിതക എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കുള്ള മോൻ മകൻ നല്ലവണ്ണം പാടുന്ന നൃത്തം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നൃത്തം ചെയ്യുന്ന എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം വേറൊരു പെൺകുട്ടീൻ്റെ കയ്യിൽ അതുണ്ടാവും. ആ പെൺകുട്ടിയായിട്ട് കൂട്ടിച്ചേർത്തിട്ട് അതായിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നത്. അവളിൽ എന്തുണ്ടാവും? നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ആ ക്വാളിറ്റിയും എടുത്ത് എൻ്റെ ഗുസ്തി പിടിക്കാനുള്ള കഴിവും എടുത്തിട്ടാണ് മകൻ നല്ല പാട്ട് നൃത്തവും ചെയ്യും. നല്ല തൻ്റെ ഇടിയായിട്ട് ഒരു യോദ്ധാവിനെ പോലെ പെരുമാറുന്നവളുമായിരിക്കും. അല്ലെങ്കിൽ ആണോ പെണ്ണോ അതിനനുസരിച്ചായിരിക്കും അവനിലും ആ ഗുണങ്ങൾ പ്രകടമാകും. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ എൻ്റെ ജനിതഘടന തന്നെയാണ് മകനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അതിൽ പല ക്വാളിറ്റീസ് ഉണ്ട്, എല്ലാവരും എടുക്കുന്നില്ല. ആവശ്യമുള്ളത് അവനെടുക്കും. പക്ഷെ അവന് കിട്ടുന്നത് എൻ്റെ മാത്രമല്ല, അമ്മയിൽ നിന്നും കൂടി ഉള്ളത് ചേർത്തിട്ട് വേറെ തലമുറേൻ്റെയും ചേർത്തിട്ടാണ്. വേറൊരു വഴിയിലൂട്ട് വരുന്നുണ്ടല്ലോ, വേറെ തറവാട്ടിലൂട്ട് അവളുടെ ക്വാളിറ്റി എടുത്തിട്ടാണ് ഇവരിലേക്ക് വരുന്നത്. അപ്പോൾ അവരും എല്ലാം ഇതിനകത്തുണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ ആ ജനിതക ഘടനയാണ് ഈ ശരീരമായി മാറുന്നത്. അപ്പം എൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള സാധനം തന്നെയാണ് എൻ്റെ മകൻ്റെ ശരീരമായിട്ട് മാറുന്നത്. ആ വ്യത്യാസമാണ് മകനിലൂടെ പ്രകടമാകുന്നത്. യഥാർത്ഥത്തിൽ അതിലുള്ള ആത്മാവ് സെയിമാണ്. ജനിതഘടന ഏകദേശം ഈ ഘടനയല്ല അതിൻ്റെ അകത്തുമുണ്ട്. പക്ഷേ അവൻ്റേതിൽ എടുത്ത് ഉപയോഗിക്കുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം അവന് എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് ആ സ്വഭാവമാണ് അവനിൽ പ്രകടമാവുക. മറ്റേലും ഒളിച്ചു കിടക്കും. ഇപ്പോൾ ഒരു മാവിൻ്റെ തടി മുറിച്ചിട്ട് ഒരു മേശ ഉണ്ടാക്കിയാൽ മാവ് പറയും, എടോ മേശേ, എൻ്റെ ശരീരം തന്നെയാണ് നീയായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഹൃദയത്തിലുള്ള ബ്രഹ്മം അത് സെയിമാണ്. ശരീരത്തിൽ എൻ്റെ അവയവങ്ങൾ തന്നെയാണ് അവനായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചു. അതുകൊണ്ടാണ് മക്കൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്ന് പറയുന്നത്. മക്കളില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. എന്തുകൊണ്ട്? എൻ്റെ അപ്പന് കൊടുത്തു, അപ്പൻ എനിക്ക് തന്നു, അത് ഇങ്ങനെ കൈമാറിക്കൊണ്ട് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? നാളെ എൻ്റെ സ്വഭാവമുള്ള ഒരു കൊച്ച് കാലത്തിനാവശ്യമുണ്ട്. എൻ്റെ ഏതോ ഒരു സ്വഭാവം ഉള്ളത് ഒരു കൊച്ചു നാളെ കാലത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഏതിലുണ്ട്? എൻ്റെ മകനിലുണ്ട്. അപ്പം മകനെ വേറൊരു പെൺകുട്ടിയായിട്ട് ചേർത്തിട്ട് ഈ ക്വാളിറ്റി എടുത്തിട്ട് ആ കൊച്ചിന് കൊടുക്കാം. എല്ലാ സൃഷ്ടികർത്താവ് പുറത്തുനിന്നൊന്നും എടുക്കുന്നില്ല. ഇവിടെ ഉള്ളതിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് സൃഷ്ടികർത്താവ് അടുത്ത കൊച്ചിനെ ഉണ്ടാക്കുന്നത്. അപ്പം അടുത്ത കൊച്ചുണ്ടാക്കേണ്ട എല്ലാ ഗുണങ്ങളും എൻ്റെ ശരീരത്തിൽ ആ ജനിതക ഘടനയിലുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ പാടാൻ കഴിവുള്ളൂ എന്ന് വെച്ചോളൂ. ബാക്കി ആർക്കും പാട്ടിന് ഒരു കഴിവില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. നാളെ ഒരു പാടുന്ന ഒരു കുട്ടി വേണമെങ്കിൽ എന്നിൽ നിന്നുള്ള ജീൻ എടുത്തിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റും. അതെനിക്ക് കിട്ടിയിരിക്കുന്ന ചിലപ്പം എൻ്റെ അപ്പൂപ്പനാരോ പാടുന്നതുകൊണ്ടായിരിക്കാം. അവരെന്നെടുത്ത് തന്നിട്ട് പോയിരിക്കുകയാണ്. ഇത് വേണ്ട ആവശ്യം വരുമ്പോൾ മക്കളിലൂടെയോ അത് കൊടുത്തോളണം പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പം എനിക്കത് നശിപ്പിക്കാൻ അവകാശമില്ല. ഞാനത് മക്കൾക്ക് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ഞാൻ കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടായിട്ടില്ലെങ്കിലോ? ഈ പാടാൻ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കേ ഈ ലോകത്തിൽ പാടാനുള്ള കഴിവുള്ളൂ. ഉദാഹരണം പറയുന്നതാണ് എന്ന് വെച്ചോളൂ. നാളെ ഒരു പാടേണ്ട ഒരു കുട്ടി പ്രകൃതിക്ക് ഉണ്ടാകണമെങ്കിൽ
ഈ ക്വാളിറ്റി ഞാൻ മക്കളില്ലെങ്കിൽ അതോടുകൂടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. നാട്ടിൽ വേറെ ആരെയും കുട്ടി പാടുന്ന ക്വാളിറ്റി ഇല്ല. അപ്പോൾ ആ ക്വാളിറ്റി ലോകത്തിന് നഷ്ടപ്പെടുകയാണ്. ഇനിയൊരു കുട്ടി ഉണ്ടാവില്ല പാടാൻ കഴിവുള്ള. പക്ഷെ എനിക്ക് ഈ ക്വാളിറ്റി കിട്ടിയത് എൻ്റെ അടുത്ത് നിന്നാണോ? അല്ല, എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അയാൾക്ക് വേറെ ഇടുന്നോ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കുട്ടികൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ പൂർവികരോടാണ് ഞാൻ എന്ത് പറയുന്നത്? അവർ എന്നെ ഏൽപ്പിച്ച ബാധ്യത ഞാൻ പൂർത്തീകരിക്കുന്നില്ല. ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നിന്നെ ഇതാ ഈ ജനിതക ഘടന, ഈ ക്വാളിറ്റിയിലുള്ള ജനിതക ഘടന ഏൽപ്പിച്ചിരിക്കുന്നു, നീ അത് മകന് കൊടുത്തോളണം, മകൻ്റെ മകന് കൊടുത്തോളണം. ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ നരകത്തിന് അവകാശിയാണ് എന്നത് അതുകൊണ്ടാണ് പറയുന്നത്. എന്നിലൂടെ നാളെ കാലത്തിന് എന്തെല്ലോ ഗുണങ്ങളുള്ളതിന് ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ അതിനൊരു തടസ്സമായി നിന്നു. ആ ചെയിന് ഞാൻ മുറിച്ചു. അതുകൊണ്ടാണ് മകനുണ്ടായതുകൊണ്ട് പറയുകയാണ്, നീ എന്നെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചു. ഇനി നീ എന്ത് വേണം? 100 വർഷം വരെ ജീവിക്കണം. കാരണം 100 വർഷത്തിനിടക്ക് വേറെ കുട്ടികൾ നിന്നിലൂട്ട വേണ്ടി ഉണ്ടാക്കേണ്ടെങ്കിൽ നിന്നിൽ നിന്ന് എടുത്തിട്ട് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. നീ വംശപരമ്പരയെ നശിപ്പിക്കരുത്. ഇതാണ് വംശപരമ്പര. പാരമ്പര്യമായിട്ട് കൈമാറി ജനിതക ഘടന അങ്ങനെ മക്കളിലൂട്ട് കൊടുക്കുകയാണ്. അതിൽ എന്തെല്ലോ കഴിവുകളുണ്ട്. നാളെ ഒരു കുട്ടി ഉണ്ടാക്കണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഉള്ളവരിൽ നിന്ന് എടുത്തിട്ടാണ് കാലം പുതിയൊരു കുട്ടിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നീ ആ വംശപരമ്പരയെ നശിപ്പിക്കരുത്. മനസ്സാ വാച ശരീരേണ നീ ഒരിക്കലും പീഡിതനാകരുത്. നിനക്കൊരു ദോഷവും സംഭവിക്കരുത്. കാരണം അത്രയും വലിയ അമൂല്യമായ സംഗതിയാണ് നീ കൊണ്ട് നടക്കുന്നത്. എന്നിൽ എന്തെല്ലോ നല്ല ഗുണമുണ്ട്. ചിലപ്പോൾ ഞാൻ പെരുമാറുന്നത് വളരെ തല്ലിപ്പൊളിയായിട്ടായിരിക്കും. ആ ഗുണവും എന്നിലുണ്ടാകും. പക്ഷെ അതിൻ്റെ അർത്ഥം ആ ജനിതക ഘടനയിൽ നല്ല ഗുണങ്ങളൊന്നും ഇല്ല എന്നല്ല. എൻ്റെക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളതല്ലേ ഞാനെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ നീ ഒരിക്കലും പീഡിതനാകരുത്. പശു തൻ്റെ കിടാവിനെ വിളിക്കുന്നത് പോലെ ഞാൻ നിന്നെ വിളിക്കുന്നു. പശുക്കുട്ടീൻ്റെ അടുത്ത് ചെല്ലുന്നത് പോലെ ഞാൻ നിന്നെ വിളിച്ചിട്ട് നിന്നെ ആശീർവദിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആശീർവദിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. ഇനി 8ാമത്തെ മന്ത്രത്തിൽ ഇതേമാതിരി വേറൊരു വിഷയം പറയുകയാണ്. ഈ ലൗകികാഗ്നി ശമിക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തേജസ് എവിടത്തേക്കാണ് പോകുന്നത്? സൂര്യനാണ്, ഗ്രഹങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാലചക്രമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ കാലത്ത് ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിഗൂഢ കാര്യങ്ങളെല്ലാം ആദ്യം മനസ്സിലാക്കണം. വെറുതെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ജനിച്ചു പോയതല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം സൂര്യനും കാലചക്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ മരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന തേജസ്സാണ് നമ്മളായിട്ട് ഇവിടെ രൂപാന്തരം പ്രാപിച്ചത്. അതെന്ത് ചെയ്യും? സൂര്യനിലേക്ക് പോകും എന്ന് ചിന്തിക്കുക. എന്നാൽ സൂര്യനില്ല, സൂര്യൻ രാത്രി മറഞ്ഞുപോയി എന്ന് വെച്ചോ. സൂര്യൻ്റെ തേജസ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് സൂര്യൻ പോകുന്നത്? ചന്ദ്രനിലേക്കാണ്. സൂര്യന് പകല് നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. എന്നാൽ രാത്രിയാകുമ്പോൾ സൂര്യനില്ല. എന്നാലും സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രനിലേക്ക് അടിച്ചിട്ടാണ് നമുക്ക് രാത്രി വെളിച്ചം കിട്ടുന്നത്, നിലാവ്. ഇപ്പം സൂര്യൻ അതിൻ്റെ തേജസ് ചന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്.
അപ്പം ആരും ഒന്നും ഇവിടെ നശിക്കുന്നില്ല. അത് വേറൊന്നിലേക്ക് കൈമാറിയിട്ടാണ് പോകുന്നത്. എന്നാൽ ചന്ദ്രനും ഇല്ലാതായി എന്ന് വെച്ചോളൂ. രാത്രി സൂര്യനും ഇല്ല, കറുത്ത വാവ് ചന്ദ്രനും ഇല്ല. എങ്കിൽ ആകാശത്ത് ചിലപ്പോൾ നല്ല ഇരുട്ട്, കൂരിരുട്ടുള്ള സമയത്ത് ഇടിമിന്നൽ ഇങ്ങനെ, ഈ തേജസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അതും സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നുമെല്ലാം തന്നെയാണ്. ചന്ദ്രൻ ഇടിമിന്നലിന് കൈമാറിക്കൊടുത്തിരിക്കുകയാണ്, വിദ്യുത്തിന് കൈമാറിക്കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം വരുന്നത് സൂര്യനിൽ നിന്നാണ്. പക്ഷെ ഓരോന്നും മറ്റേതിന് കൈമാറിക്കൊടുത്തു പോവുകയാണ്. ഇനി വിദ്യുത്ത് നശിക്കുമ്പോൾ അത് എവിടെ പോയിട്ടുണ്ട്? ആ വായുവിലൂടെയോ എല്ലാം ആ ഊർജ്ജം അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും കൈമാറി പോകുന്നത് പോലെ തന്നെയാണ് പിതാവിൻ്റെ കുറേ ക്വാളിറ്റീസ് എല്ലാം മക്കളിലേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്താണ് അങ്ങനെ മാറി കൈമാറി പോവുകയല്ലാതെ ഒന്നും ഇവിടെ നശിക്കുന്നില്ല. അത് ഓരോ കാലഘട്ടത്തിനായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഉദാഹരണമായിട്ട് പകല് സൂര്യൻ നല്ല വെളിച്ചമുണ്ട്, രാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല സുഖമായിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തരത്തിലുള്ള തേജസ് കുറേ വേറൊരു രൂപത്തിൽ ചന്ദ്രന് കൈമാറിയിട്ട് അത് പോകുന്നത്. ചന്ദ്രനിലേക്ക് വൈദ്യുതിയായിട്ട് നമ്മുടെ വീട്ടിൽ വൈദ്യുതി വരുന്നല്ല, ഇതല്ലേ ഇവിടെ തന്നെയാണ് സൂര്യനിൽ നിന്നുള്ള ഊർജം തന്നെയാണ് ഒന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടെല്ലാം വരുന്നത്. വൈദ്യുതി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മഴയിലൂടെ, മഴ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഉയർന്നു പോകുന്ന, ഇതെല്ലാം ഒന്നൊന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ വരികയാണ്. എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഓരോ കാലഘട്ടത്തിനകത്ത് രൂപാന്തരം പ്രാപിക്കുന്ന അത്തരത്തിൽ നമ്മളും ഉണ്ടായി എന്നതിൽ കവിഞ്ഞ് ഇങ്ങനെ പരിവർത്തനത്തിൽ ഓരോ ഫോമിലേക്ക് വരികയാണ് ആ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം. ഇതുപോലെ മനുഷ്യന്റെ വാക്ക് ബ്രഹ്മമാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ സയൻസ്, ദീർഘവീക്ഷണത്തിലൂടെയുള്ള പറയുന്ന ചില കാര്യങ്ങൾ, അത് ബ്രഹ്മമാണ്. വേദങ്ങൾ സയൻസാണ് ഋഷികളുടെ വാക്ക് രൂപത്തിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എല്ലാം കഴിയുമ്പോൾ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകും, മഹാഭാരതം ഉണ്ടാകും എന്നെല്ലാം അവർ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. ചിലവരെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ബുദ്ധിമാന്മാര് പ്രവചിക്കും, വാക്കിലൂടെ പ്രവചിക്കും. സൂക്ഷിച്ചോണം, ഭാവി ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ബ്രഹ്മമാണ്, സത്യമാണ്, ജ്ഞാനമാണ്. അത് പിന്നെ ചക്ഷുസ്സിലേക്ക് മാറും. കുറച്ച് കാലം കഴിയുമ്പോൾ ചിലവർക്കത് ആ സംഭവം കാണാനിടയാവും. അന്ന് പ്രവചിച്ചത് കുറച്ച് കാലം കഴിയുമ്പോൾ ചക്ഷുസ്സിലേക്ക് അത് കൈമാറ്റപ്പെടും, കാണാൻ പറ്റും. ആ പറഞ്ഞ സംഭവം അന്ന് അയാൾ പറഞ്ഞിരുന്നു, ഇപ്പോഴത് നമ്മളെ കണ്ണുകൊണ്ട് കാണുകയാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ അത് അതിൻ്റെ ശക്തി കാതുകളിലേക്ക് പോകും. പിന്നെ ആ സംഭവത്തെ കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പണ്ട് ഞാനിങ്ങനെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, പണ്ടിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അത് കാതുകളിൽ ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങും. പിന്നെ അത് മനസ്സിൻ്റെ അകത്തേക്ക്, കാതുകളിൽ നിന്നത് മനസ്സിലേക്ക് വ്യാപിക്കും. കാതിൽ നിന്നത് പിന്നെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും സംഭവങ്ങൾ. പിന്നെ അത് പ്രാണനിലേക്ക് പോയി ലയിക്കും, നമ്മിൽ തന്നെ ലയിക്കും. ഇതുപോലെ പിന്നെ ആ പ്രാണനിൽ നിന്ന് വീണ്ടും ശക്തി ഉത്ഭവിക്കും. പ്രാണനിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ ഓരോ പ്രവചനങ്ങൾ അത് പിന്നെ സംഭവമായിട്ട് മാറും. പിന്നെ നാളെ ഇതിൽ നിന്ന് തന്നെ പുതിയ ഇത് വരും.
ഇങ്ങനെയെല്ലാം ഒരു സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ഇല്ലാതാകുന്നില്ല, കൈമാറ്റപ്പെടുകയാണ്. ഓരോ രൂപത്തിൽ ഓരോ സമയത്ത് പ്രകടമാവുകയാണ്. ചില സമയത്ത് വാക്കായിട്ട് പ്രകടമാകുന്നത്, ചില സമയമാകുമ്പോൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും, വേറെ ചില സമയത്താകുമ്പോൾ അത് ഇപ്പം സ്വാതന്ത്ര്യ സമരമെല്ലാം നമുക്ക് നമ്മൾ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനല്ലേ പറ്റും അല്ലേ? കാരണം നമ്മൾ ആ സമയത്ത് ജനിച്ചിട്ടില്ല. ബട്ട് ചില സമയത്ത് കാതുകളിൽ ഇങ്ങനെ പുറങ്ങും, പിന്നെ അത് മനസ്സിലേക്ക് മാറും, പിന്നെ അത് ബ്രഹ്മത്തിൽ തന്നെ, പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ പോയി ലയിക്കും. ഇങ്ങനെയാണ് ഈ സംഭവ സംഭവവികാസങ്ങൾ ഓരോന്നും ഉണ്ടായും ഇല്ലാതായും പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിൽ ബ്രഹ്മം തന്നെ പല രൂപത്തിൽ ഇങ്ങനെ പ്രകടമാവുകയും ഇല്ലാതാകി ഒന്നിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുകയും, അങ്ങനെ ഒരു ഫോമിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ് നമ്മളിലൂടെ മക്കളായിട്ട് വേറെ രൂപത്തിലെല്ലാം തിരിച്ചും മറിച്ചുമെല്ലാം വരുന്നത്. ഈ സത്യം മനസ്സിലാക്കുന്നവൻ്റെ വാക്കുകളെ പർവ്വതത്തിനും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സത്യം മനസ്സിലാക്കുക, ശരിയായ നിലയിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങളെയെല്ലാം ശരിയായ നിലയിൽ ഒരാൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തിന് പോലും അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് ശരിയായ ജ്ഞാനം. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി പറയുകയാണ്, പർവ്വതം നീ അവിടെ നിന്ന് അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞാൽ പർവ്വതം പോലും മാറിക്കളയും. അവൻ്റെ വാക്ക്. ആരുടെ വാക്ക്? ഈ പ്രപഞ്ച രഹസ്യം ഇവിടെ ഇതുവരെ എന്ത് ആ കാര്യമാണോ പറഞ്ഞത്, അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആർക്കാണോ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം പോലും മാറിപ്പോകും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുന്ന വ്യക്തിയാണ് ആ വ്യക്തി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതത്ര നടക്കുന്ന കാര്യങ്ങളായിരിക്കും പറയുക. അവൻ അടിസ്ഥാന പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവനെ എതിർക്കുന്നവന് നാശമാണ് ഫലം. അങ്ങനെയുള്ള ചില പ്രവചനങ്ങൾ ചിലവർ മുമ്പ് നടത്തിയിട്ടുണ്ട്. അവനെ എതിർക്കുന്നവന് നാശമാണ് ഫലം. അത്രയും വലിയ തത്വചിന്തകര് പ്രവചിച്ച പല കാര്യങ്ങളും ലോകത്തിലുണ്ട്. വലിയ ചില തത്വചിന്തകര് മുമ്പ് കാലത്ത് ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അക്കാലത്തെ ജനത്തിനൊന്നും അതൊന്നും അതെല്ലാം പഴഞ്ചനാണ്. അന്ന് അയാൾ പറഞ്ഞതെന്നല്ല കുറേ കാലം കഴിയുമ്പോൾ പറയെങ്കിലും ഒരു കാലത്ത് അത് സത്യമായിട്ട് ഭവിക്കും. എന്നിട്ടെന്ത് പറയുന്നു? ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ശിശു തന്നെയാണ് പ്രാണൻ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അപ്പം മനുഷ്യൻ ബ്രഹ്മസമാനമാകും. ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അവന് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ അവൻ്റെ പ്രാണൻ എന്ന ശിശു തന്നെയാണ് ബ്രഹ്മം. അതാണ് മനുഷ്യൻ നേടേണ്ട അത്രയും വലിയ ജ്ഞാനങ്ങൾ. ഇത് ഒരു തരം സൂക്ഷ്മമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ അത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ശിശു തന്നെയാണ് ബ്രഹ്മം. അവൻ്റെ ആ ബ്രഹ്മം, അവനിലെ ആ ബ്രഹ്മം തന്നെയാണ്, അവനിലുള്ള ആത്മാവ് പ്രാണൻ തന്നെയാണ്, അവനിലുള്ള ബ്രഹ്മമല്ല, അവനിലുള്ള പ്രാണൻ തന്നെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം. അത്തരം വ്യക്തികളുടെ ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ കഴിയുന്നവരുടെ പ്രാണൻ തന്നെയാണ് അല്ലെ അയാൾ തന്നെയാണ് ബ്രഹ്മം. അതൊരു ശിശുവിന് സമാനമാണ്. കാരണം ബ്രഹ്മം എന്നതിന് ലിമിറ്റില്ലാത്തതാണ്. അതിലെ ഒരംശമായി മാറുന്നു ആ വ്യക്തി. അവൻ ഈശ്വര സമാനനായിട്ട് മാറും. ഈ തത്വം ഉൾക്കൊള്ളുന്നതാണ്.